സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ ചൂട് കൂടും. 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്നു. പ്രതീഷ്, അപ്പോൾ കടുത്ത ചൂടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്, അല്ലേ? തീർച്ചയായും ഹാഷ്മി, കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി കടുത്ത വേനൽ ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് 3 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപനില മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അടുത്ത 2 ദിവസത്തേക്കാണ് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ കോഴിക്കോട് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം കണ്ണൂരും തിരുവനന്തപുരത്തും 36 ഡിഗ്രി വരെ താപനില ഉയരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ പകൽ സമയങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. നേരത്തെ ആരോഗ്യ വകുപ്പും സംസ്ഥാനത്തെ വേനൽ ചൂടിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 11 മണി മുതൽ 3 മണി വരെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം. ശരീരത്തിൽ കൂടുതൽ സമയം വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നതാണ് ആരോഗ്യ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശം. ഒപ്പം അമിത അളവിൽ വെള്ളം കുടിക്കണമെന്ന ഒരു മാർഗനിർദ്ദേശം കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധ വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനായി വാട്ടർ ബിൽ അടക്കമുള്ള സജ്ജീകരണങ്ങൾ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ചൂട് കനക്കാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആരോഗ്യ വകുപ്പിന്റെയും കാലാവസ്ഥാ വകുപ്പിന്റെയും മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾ പാലിക്കണമെന്നതാണ് അധികൃതരുടെ നിർദ്ദേശം. ഹാഷ്മി. MG പ്രതീക്ഷയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ചൂട് കൂടും എന്ന് പറഞ്ഞാൽ 3-4 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം നല്ല ഗംഭീരമായ ചൂടിലേക്ക്, വല്ലാത്ത ചൂടിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിന് തുടർച്ചയിൽ വരൾച്ചയൊക്കെ വരുമോ? ഇപ്പം നമുക്ക് കാലാവസ്ഥകളുടെ എക്സ്ട്രീം അവസ്ഥകൾ നമുക്ക് പുതുമയല്ല. അത് നമ്മൾ പ്രതീക്ഷിക്കാൻ വേണം മുന്നോട്ടുള്ള കാര്യങ്ങളിൽ.